എല്ലാവർക്കും സിയ വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ക്രീമി പാസ്ത മക്രോണി റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മക്രോണി പാസ്ത തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു സോസ് പാൻ എടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു 250 ഗ്രാമോളം മക്രോണി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു അര ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 2 ടീസ്പൂണോളം ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മക്രോണി നന്നായിട്ട് വെന്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയം കൊണ്ട് ഒരു കടായിലേക്ക് 1.5 ഗ്ലാസ്സോളം നല്ല കട്ടിയുള്ള പാല് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ എടുത്ത് അര കപ്പ് പാലൂടെ ചേർത്ത് കട്ടയില്ലാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയില്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അത് നമ്മൾ ചൂടാക്കാൻ വെച്ച പാലില്ലേ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യാം. കൂടെ തന്നെ 1.5 ഗ്ലാസ് പാലെടുത്തത് കൊണ്ട് അതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ ആ പാല് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നല്ല ബോൺലെസ് ചിക്കനിലെ ഒരു 100 ഗ്രാമോളം ഇത്ര ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ചെറിയ ഒരു പീസ് മാഗി ക്യൂബ് കൂടെ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂണോളം ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളെ മാഗി ക്യൂബിൽ ഓൾറെഡി ഉപ്പുണ്ട്, അതുകൊണ്ട് നോക്കിയതിന് ശേഷം മാത്രമേ ഈ ഉപ്പ് ചേർത്താൽ മതിയാവും. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിച്ച് ആ ചിക്കനൊക്കെ വേവുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ മക്രോണിയില്ലേ അത് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. ഇതാ കണ്ടില്ലേ, കട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് 2 പീസായിട്ടൊക്കെ കട്ടായി പോകുന്നുണ്ട്. ഇനി നമുക്കിതിലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞ് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് ഗ്രേവിയൊക്കെ ഒന്ന് നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ, ചിക്കനൊക്കെ 2 പീസായിട്ട് വേഗം തന്നെ മുറിഞ്ഞു പോകുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഊറ്റി വെച്ചിരുന്ന മക്രോണി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഈ ക്രീമും മക്രോണിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നവരെ, അതിൻ്റെ ക്രീമിൻ്റെ ഫ്ലേവറൊക്കെ മക്രോണിയിൽ സെറ്റ് ആവുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മക്രോണിയും ക്രീമും ആ ഗ്രേവിയൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലായിട്ടില്ലേ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മറ്റൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി കേട്ടോ. നമ്മുടെ ക്രീമി പാസ്ത മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ ഇതിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒപ്പം തന്നെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. മറ്റൊരു വീഡിയോ